നുണ പറയുമ്പോൾ ബെല്ലടിക്കുന്ന വല്ല മെഷീനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് പൊട്ടിത്തെറിച്ചേനെ. അമ്മാതിരി നുണയല്ലേ സെക്രട്ടേറിയറ്റിൽ നിന്നും വരുന്നത്. നവകേരള യാത്രയിൽ പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസുകാരൻ എന്ന നിലയിലുള്ള പരിചയമാണത്രേ MDMA മൊത്ത കച്ചവടക്കാരൻ മുഹമ്മദ് ഹുസൈനുമായി മുഖ്യമന്ത്രിക്കുള്ളത്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ഞാനന്ന് ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. പെരുമ്പാവൂരിലെ നവകേരള യാത്ര നടക്കുന്നത് 2023 ഡിസംബർ 10. അതിനു മുമ്പ് സതീശനും ഹുസൈനും തമ്മിലുള്ള എത്രയെത്ര ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഹുസൈൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നുണ. നവകേരള സദസ്സിന് ശേഷം 3-4 തവണ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം 20ഓളം തവണ കണ്ടു എന്ന് ഹുസൈൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. നമ്മളൊരു പോലീസ് മന്ദിരത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സാധാരണ പ്രാദേശിക നേതാവുമായുള്ള അടുപ്പമല്ല ഹുസൈനുമായി സതീശൻ വെച്ച് പുലർത്തിയിട്ടുള്ളത്. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. എന്റെ അമ്മോ, സ്വന്തമായി സോഷ്യൽ മീഡിയ ടീം മാത്രമല്ല, സ്വകാര്യ ഏജൻസിയെ വെച്ച് അവർ പറയുന്നതിനനുസരിച്ച് മുഖം കൊണ്ട് കോപ്രായം കാട്ടുന്ന ആളുകളാണ് ഇതൊക്കെ തട്ടിവിടുന്നത്. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന് അവന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതാൻ വേണ്ടിയുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലഹരിയുടെ 7 ജില്ലകളിലെ മൊത്ത കച്ചവടക്കാരനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം കാട്ടിയ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് നോക്കൂ. ബന്ധം ഇയാള് മയക്കുമരുന്നിന്റെ ആളാണെന്ന് അറിയാതെ ബന്ധം വരാൻ, മയക്കുമരുന്നിന്റെ ഭാഗമായി നടപടികൾ വന്നാൽ നടപടി നല്ല നിലക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവർ മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനു പകരം നുണ പറഞ്ഞത് സംശയം കൂട്ടുന്നുണ്ടോ? മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തെ മറച്ചു വെക്കുന്നതിന് വേണ്ടി നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നുണ പറയുന്നത് കൂടുതൽ കള്ളം മറച്ചു വെക്കാനാണ്. അടുത്തത്, വന്ദേ മാതരം മുഴുവൻ പാടണമെന്ന് നിയമം അനുശാസിക്കുന്നു. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം. ലീഡിംഗ് ക്വസ്റ്റിനുള്ള മറുപടിയാണ്. ഉത്തരം പറയാൻ വേണ്ടിയുള്ള ചോദ്യം. നിയമപരമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഇത് ആലപിക്കാനുള്ള ബാധ്യത ഉണ്ടാകുമോ? ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. ഏത് നിയമം അദ്ദേഹം പറയുന്നത്? RSSന്റെ അഭിപ്രായം കേന്ദ്ര നിയമം പാസാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു എന്ന മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര നിയമത്തിൽ ദേശീയ ഗീതം കൂടി പാടുമ്പോ ആരെങ്കിലും പ്രിവെന്റ് ചെയ്താൽ, പാടണമെന്നല്ല, പാടുമ്പോ ആരെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാം എന്നതാണ് പുതിയ നിയമം. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് RSSന്റെ നിലപാടാണ്, കേന്ദ്ര നിയമമല്ല. മാത്രമല്ല, ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ യഹോവ സാക്ഷികളായിട്ടുള്ള കുട്ടികൾ ദേശീയഗാനം പാടാത്തതിനെ ചൊല്ലിയുള്ള സുപ്രീം കോടതി വിധി ഇങ്ങനെ. ആർട്ടിക്കിൾ 25(1) പ്രകാരം മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയഗാനം ആലപിക്കുമ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നാൽ മതി, ഒപ്പം പാടുന്നില്ല എന്നത് കുറ്റമല്ല. സർക്കുലറുകൾക്കോ ഉത്തരവുകൾക്കോ മൗലികാവകാശങ്ങൾ ലംഘിക്കാനാവില്ല. ഇതുവരെ വന്നതിൽ ഏറ്റവും അപകടം ഇതാണ്. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവ് അതേപോലെ പകർത്താനാണോ സംസ്ഥാന ഭരണം? മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി അത് നേരെ മുന്നോട്ട് അയക്കുമോ? ഇനി എന്ത് സംഭവിക്കും? മുഖ്യമന്ത്രി പറഞ്ഞു വരുമ്പോഴെല്ലാം ചീഫ് സെക്രട്ടറി താഴോട്ട്. RSS പാദസേവ തീർന്നില്ല. PMAY പദ്ധതിയുടെ പണം ഉപയോഗിക്കുന്ന വീടുകളിൽ ഇനി മോദിയുടെ ലോഗോ വരും. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്നും വെക്കാനില്ല, ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. ആദ്യം അനുകൂലിച്ചും പിന്നീട് എതിർത്തും 2 ഘട്ട നിലപാടായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത്. PMAY അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വീടുകളുടെ മുകളിൽ പേര് വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല. രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നതിൽ പോലും വെക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. വെക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസും ലീഗും സമവായമായിരിക്കുന്നു. ലോഗോ വെക്കേണ്ടി വരും. ആ ലോഗോ എങ്ങനെ ഇരിക്കുമെന്ന് മാതൃഭൂമി TV റിപ്പോർട്ട് ചെയ്തു. ഈ വീടിന്റെ മുന്നിൽ തന്നെ വലിയൊരു ബോർഡാണ്. കേരളത്തിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞത് ഇതേപോലുള്ള ബോർഡാണ് എന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ ചോദിക്കാറുണ്ട്. മതേതര കേരളത്തിന് പൂട്ടിട്ട് നിങ്ങൾ എന്താണ് ഈ കേരളത്തിൽ കാണിക്കുന്നത്? മെറ്റയെ കൊണ്ട് വാർത്ത നീക്കം ചെയ്യിക്കുക, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ചതിച്ചതിനെ തുടർന്ന് യുവമോർച്ചക്കാരൻ ആത്മഹത്യ ചെയ്യുക, എന്താണിതൊക്കെ?